സംസ്ഥാന സർക്കാർ കേരള ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ ആവേശകരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 4ാം എഡിഷന്റെ രണ്ടാമത്തെ കൈനകരി മത്സരത്തിന്റെ ഔദ്യോഗികമായി ഫലം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് നടന്ന ആവേശോജ്വലമായ ഈ മത്സരത്തിൽ 9ാം സ്ഥാനത്തെത്തിയത് വലിയ ദിവാഞ്ചിയാണ്. 8ാം സ്ഥാനത്ത് ചമ്പക്കുളം ചുണ്ടനും 7ാം സ്ഥാനത്ത് പായിപ്പാടം ചുണ്ടനും 6ാം സ്ഥാനത്ത് മേൽപ്പാടം ചുണ്ടനും 5ാം സ്ഥാനത്ത് നടുഭാഗം ചുണ്ടനുമാണ് എത്തിയത്. 4ാം സ്ഥാനത്ത് നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടനും 3ാം സ്ഥാനത്ത് UBC കൈനകരിയുടെ തലവടി ചുണ്ടനുമാണ് എത്തിയത്. ഇന്നത്തെ ആവേശോജ്വലമായ ഫൈനൽ മത്സരത്തിൽ വളരെ നേരിയ വ്യത്യാസത്തിൽ ഗിയ്യപുരം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങ പാരിച്ചാൽ ചുണ്ടൻ ഇന്നത്തെ വിജയികളായതായി പ്രഖ്യാപിക്കുന്നു. അടുത്തത് ഇന്നത്തെ ഈ മത്സരത്തിൽ ഏറ്റവും നല്ല ഒന്നാം പങ്കാളി ശ്രീ ആന്റണി തോമസ് വെല്ലുവിളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി 1ാം തുഴക്കുള്ള ട്രോഫി ഏർപ്പാടാക്കിയിരിക്കുന്നത്. 1ാം പങ്കാളിക്കാരന് കൊടുക്കുന്ന ട്രോഫി ശ്രീ MP തങ്കപ്പൻ മെമ്മോറിയൽ ട്രോഫിയാണ്. അത് രണ്ടും ഏറ്റുവാങ്ങാൻ PBCയുടെ 1ാം തുഴക്കാരനെയും 1ാം അമരക്കാരനെയും ക്ഷണിക്കുന്നു. അവർക്ക് വേണ്ടി ക്ലബിന്റെ സെക്രട്ടറി സുനിൽ ഏറ്റുവാങ്ങുന്നു. പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, സഹകരിച്ചു. ഏറ്റവും മികച്ച രീതിയിൽ ഈ വള്ളംകളി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ഇന്ന് ഇവിടെ ഉണ്ടായിരുന്ന നാടിന്റെ MLA മുൻ MLAമാരായ ശ്രീ CK സദാശിവൻ, ശ്രീ KK ഷാജു, അതുപോലെ ഇതിന്റെ കമ്മിറ്റിയുടെ ടെക്നിക്കൽ കമ്മിറ്റി അംഗം ശ്രീ RK കുറുപ്പ്, നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി മന്മഥൻ നായർ, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG പ്രജാകുമാരി, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പേഴ്സ്, മറ്റ് ജനപ്രതിനിധികൾ, CBLുമായി ബന്ധപ്പെട്ടിട്ട് എത്തിയിരുന്ന അതിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ, കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് അംഗങ്ങൾ, ഇവിടുത്തെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കായിക പ്രേമികൾക്കും, കായിക